ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് രാവിലെ ഒരു സമയം 7:30 ആയിട്ടുണ്ട്. ഞാൻ അമ്മൂനെ ബസ് കയറ്റി വിടാൻ പോവാണ്. അപ്പം ഇവിടെ നമുക്ക് റോഡ് പണിയാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് വണ്ടി എടുത്തില്ല, നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഇച്ചിരി പണിയാണ് ഈ മെറ്റലിനകത്തോടെയൊക്കെ നടന്നു പോകുക എന്നുള്ളത്. പക്ഷെ അമ്മൂന് നടന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അമ്മൂന് ഇഷ്ടമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണിത്. അപ്പം മിക്ക ദിവസങ്ങളും അവിടുന്ന് പാട്ടും ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് അമ്മൂന് നടന്നു പോകാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അമ്മു 2 ദിവസമായിട്ട് ഇപ്പം ഞങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസം നടന്നപ്പോഴത്തേക്ക് അമ്മൂന് മതിയായി. അതിനകത്ത് നിറച്ച് പൊടിയാണ് കേട്ടോ, സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ ആയിട്ട് അമ്മൂൻ്റെ ഷൂവിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ അമ്മൂനെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്നു. അധിക ദൂരമില്ല, ഒരു 10 മിനിറ്റേ ഉള്ളൂ. എന്നാലും നമ്മൾ നടന്നെത്തുമ്പോൾ കുറച്ച് താമസിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തുണികൾ തേക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ അത് തേക്കാൻ കൊണ്ടുപോയി കൊടുക്കണം. അപ്പം ഇന്നിപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അമ്മുവിൻ്റെ വാർഡ്രോബ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് തുണികളൊക്കെ ആയിട്ട് അമ്മു വലിച്ചും വാരിയൊക്കെ ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ അമ്മു അടുക്കി വെക്കുന്ന തുണിയുടെ അടിയിൽ നിന്ന് ഒരൊറ്റ വലി വലിച്ചാൽ എല്ലാവരും കൂടെ താഴെ വീഴും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അതിനകത്ത് നിന്ന് എല്ലാം പുറത്തെടുത്തിട്ടു. ഒരു 2-3 ഡ്രസ്സ് തേച്ചതുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അമ്മുവിൻ്റെ യൂണിഫോമാണിത്. അപ്പം ഞാൻ യൂണിഫോം ഇങ്ങനെയാണ് മടക്കി വയ്ക്കാറ്. അതിനകത്ത് തന്നെ ഞാൻ ആ ഷർട്ടും കൂടെ മടക്കി അങ്ങ് ഒരു സൈഡിൽ കംപ്ലീറ്റ് ഞാൻ യൂണിഫോം എടുത്തു വെക്കും കേട്ടോ. അപ്പോൾ ഇത് അമ്മു ഡാൻസ് ക്ലാസ്സിൽ കേസ് കോഡിൽ ഇട്ടുകൊണ്ട് പോകുന്ന അവരുടെ യൂണിഫോമാണിത്. ഇപ്പോൾ ഒരു 2 മാസത്തോളമായി നമ്മൾ കേസ് കോഡിൽ പോയിട്ട്. അപ്പം അമ്മുവിന് എക്സാമും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജനുവരി ആദ്യത്തോടു കൂടി പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് അമ്മുൻ്റെ കുറച്ച് ഡ്രസ്സ് ഇപ്പം ഇവിടെ ഉള്ളൂ. ഇനി അവരെല്ലാവരും ഇന്ന് എല്ലാം തേച്ചിന്ന് വൈകുന്നേരം കൊണ്ടുവരുമ്പോഴാണ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു സൈഡിലാണ് ഞാൻ യൂണിഫോം വയ്ക്കുന്നത്. പിന്നെ ഒരു സൈഡിലായിട്ട് ഞാൻ അവളുടെ ബനിയനും സ്കേർട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കും. പിന്നെ വേറൊരു സൈഡിൽ ലെഗിങ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും വയ്ക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് വീട്ടിലിരുന്ന ഡ്രസ്സ് എങ്ങനെയോ അമ്മു കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തു. അതിനകത്ത് കുറേ അവൾക്ക് ചെറുതായതും പാകമല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആവശ്യമുള്ളത് മാത്രം അതിൻ്റെ തൊട്ടടിയിൽ ഡ്രോയിലേക്ക് ഒരു സൈഡിൽ വീട്ടിലിടുന്നതും വെച്ചു. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഞാൻ നമ്മുടെ സെറ്ററും ഈ ക്യാപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇതിപ്പോൾ നമുക്കങ്ങനെ ആവശ്യങ്ങൾ വരാറില്ല, പിന്നെ ആവശ്യം വരുമ്പോൾ തപ്പി നടക്കണ്ടല്ലോ എന്ന് ഓർത്തു. പിന്നെ അമ്മൂൻ്റെ ഡാൻസിന് യൂസ് ചെയ്യുന്ന നീ ക്യാപ്പ് ഉണ്ടായിരുന്നു, അതും അവിടെ വെച്ചു. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം സേഫായിട്ട് എടുത്ത് അടുക്കി വയ്ക്കും. പക്ഷേ ഇത് ഞാൻ എവിടെ വെച്ചു എന്നുള്ളത് ഞാൻ പിന്നെ മറന്നു പോകും. അതാണ് വേറൊരു കാര്യം. ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മിസ്സായാലും ഞാൻ വീഡിയോ എടുത്ത് നോക്കി എനിക്ക് മനസ്സിലാവും കേട്ടോ. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന ഫോട്ടോയൊക്കെ എടുത്ത് വയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് അമ്മുവിൻ്റെ യൂണിഫോം ഈ സൈഡിലേക്ക് ഞാൻ കംപ്ലീറ്റ് എടുത്ത് വെച്ചേ. അപ്പോൾ ഈ ഉടുപ്പൊക്കെ ഞാൻ ഹാങ്ങറയിൽ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു, കാരണം ഇതൊന്നും അമ്മ യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടേ ഉള്ളൂ. ഫംഗ്ഷനൊക്കെ മേടിച്ച ഉടുപ്പാണ്. അപ്പോൾ അവൾ മേടിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഉടുപ്പ് വേണം, ഇങ്ങനെ പറന്നു നിൽക്കുന്നത് വേണം എന്നൊക്കെ പറഞ്ഞ് മേടിക്കും. എന്നിട്ട് ആ ഒരു ഫംഗ്ഷന് ഇടും. അത് കഴിയുമ്പോൾ അവളോട് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ അവൾക്ക് അത് ചൊറിച്ചില്ല അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അത് ഉപയോഗിക്കത്തേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ചെറുതായി പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം എടുത്തു വെച്ച ബ്ലൂ ഉടുപ്പ് അവൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് മമ്മി പിറന്നാളിന് മേടിച്ചു കൊടുത്തു, അതും ചെറുതായി പോയി. അതൊക്കെ മാക്സിമം ഇട്ടായിരുന്നു കേട്ടോ. ചെറുതാകുന്നതിന് മുമ്പ് വരെ പറ്റുന്നിടത്തോളം ഇട്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് പിന്നെ കയറില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഉപയോഗിച്ചില്ല. ഇതൊക്കെ നമ്മുടെ ഒരു ആൻറ്റി കൊണ്ടുപോയി കൊടുത്താണ്. ഇതൊരു 2 പ്രാവശ്യം ഉടുപ്പിട്ടിട്ടുണ്ടാവുള്ളൂ, പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല. അതും ഭയങ്കര നല്ല മെറ്റീരിയലാണ്, ഭയങ്കര സോഫ്റ്റാണ് ആ മെറ്റീരിയൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഇതൊക്കെ എടുത്തിട്ട് ഒരു ബാഗിനകത്തേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ഇതും അമ്മുവിൻ്റെ പിറന്നാളിന് മേടിച്ചതാണ്. അപ്പോൾ ഈ ഉടുപ്പ് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചത് കേട്ടോ. അപ്പം ഇതെടുത്തപ്പോഴേ നമുക്കറിയായിരുന്നു ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം എടുത്ത സമയത്ത് ഇത് സൈസ് ചെറുതായിരുന്നു. പക്ഷേ എന്തോ ഒരു നല്ല ഭംഗി, അമ്മുവിന് ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതെടുത്തു. ഇതൊരു 2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, കറക്റ്റ് ഓർമ്മയുണ്ട്. അപ്പം എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പം ഇത് കൊറോണ സമയത്ത് അമ്മുവിന് സ്കൂളിൽ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, ക്രിസ്മസിൻ്റെ പ്രോഗ്രാം ഓൺലൈനായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് റെഡ് തീമായിരുന്നു. അപ്പോൾ അന്ന് മേടിച്ച ഉടുപ്പാണ് അത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാട്ടോ. പിന്നെ അതും ഒരുപാട് ഇട്ടിട്ടില്ലെങ്കിലും അതിന് വലിയ റേറ്റൊന്നും ആയില്ല, പക്ഷെ നല്ല രസമായിരുന്നു ഇട്ടിട്ടൊക്കെ. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചു. പിന്നെ വേറൊരു ഉടുപ്പ്, ആ ഉടുപ്പ് ഇത്രയും ഉടുപ്പുകൾ ഇപ്പോൾ ഒരു 3-4-5 ഉടുപ്പ് ഞാനിപ്പോൾ അമ്മുവിൻ്റെ ചെറിയ ഉടുപ്പുകൾ ഇവിടെ ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ കസിൻസിന് കൊടുത്തായിരുന്നു. പക്ഷേ ഈ കുറച്ച് ഉടുപ്പുകൾ മാത്രമേ എനിക്ക് ആർക്കും കൊടുക്കാൻ തോന്നില്ല. അമ്മു വലുതാകുമ്പം അമ്മുവിനെ കാണിച്ചു കൊടുക്കണം. അമ്മുവിൻ്റെ ഉടുപ്പാന്ന് പറയാനും അമ്മുവിൻ്റെ ഉടുപ്പാന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനത് അവിടെ എടുത്തു വെച്ചു.
അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ഡ്രോ ഉണ്ട് കേട്ടോ. അതിനകത്താണ് അമ്മുവിൻ്റെ ഇങ്ങനത്തെ ഹെയർ ബാൻഡ്, വളകൾ, മാല അതൊക്കെ എടുത്ത് ഞാൻ വെച്ചേക്കുന്നത്. ഈ നെയിൽ പോളിഷ് മാത്രം എൻ്റെയാണ്, ബാക്കി എല്ലാ സാധനങ്ങളും അമ്മുവിൻ്റെ കേട്ടോ. കാരണം ഞാൻ ഇതിനകത്ത് എൻ്റെ ഒന്നും കൊണ്ടുപോയിടാറില്ല, കാരണം അവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടൂല അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതാ തുണിയൊക്കെ തേച്ച് വന്നു കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പിന്നെ ഈ വീഡിയോ എടുത്ത്. അതെല്ലാം ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അമ്മുവിൻ്റെ ടവൽസും അമ്മുവിൻ്റെ ബെൽറ്റും ID കാർഡൊക്കെ ഞാൻ അവിടെ തന്നെ വെക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് രാവിലെ ഒരുപാട് നോക്കി നടക്കണ്ടല്ലോ എന്നർത്ഥം. അപ്പം ഇതായിട്ടുണ്ട് ഞാനിങ്ങനെയാണ് അമ്മുവിൻ്റെ വാർഡ്രോബ് കൂടുതലും സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനൊന്ന് ശ്രമിക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.